പെരുമൺ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. വളരെ മനോഹരമായ ഒരു കുഞ്ഞ് റിസോർട്ടാണിത്. അഷ്ടമുടി ഡ്രീം സ്റ്റേ. ഇതിൻ്റെ മുകളിൽ ജിമ്മുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 2-3 റൂംസ് ഉണ്ട്. ഇവിടെയും താമസിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കോൺഫറൻസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള മുകളിലും പ്ലേസ് ഉണ്ട്. നമുക്ക് മസാജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആയുർവേദ മസാജിങ്. അതെ. അപ്പോൾ അതും ഈ കോട്ടേജും അതുപോലെ തന്നെ ഒരു മെയിൻ ബിൽഡിങ് ഇതാണ്. ആക്ച്വലി ഇതിനകത്ത് തന്നെ 2 ബെഡ്റൂം അല്ലേ ഈ ഭാഗത്തും? 3 ബെഡ്റൂം ഉണ്ട്. അതെല്ലാം അറ്റാച്ച്ഡ് ആണ്. AC ആണ്. പിന്നെ മുകളിലാണെങ്കിൽ ജിമ്മിൻ്റെ പരിപാടി ഉണ്ട്. ജിം ചെയ്യണവർക്ക്, എക്സസൈസ് ചെയ്യണവർക്ക് അത് ചെയ്യാം. പിന്നെ മസാജ് സെൻറ്ററും ഉണ്ട് അതിൻ്റെ മുകളിൽ. കണ്ടോ, ഇത് നൈറ്റ് നമ്മളെടുത്താണ് വ്യൂസാണ് ഏകദേശം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ ഏർമാടം. അതിനോടപ്പുറത്ത് അതിനോട് ചേർന്നിട്ട് ഒരു ഹട്ടും ഉണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സംവിധാനമുണ്ട്, ചെറിയ ഒരു ഭാഗം. കണ്ടോ, എല്ലാം കൂടി ഏർമാടത്തിൻ്റെ അടിയിലും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്ലേസ് ഉണ്ടല്ലേ. ഓക്കെ. പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ബെഞ്ചുകൾ, അതുപോലെ ചെറിയൊരു ഗാർഡനിങ് സംവിധാനങ്ങളും ചേർത്തിട്ടുണ്ട്. അല്ല, സുന്ദരമായിട്ടുള്ള പ്ലേസാണ്. അതുപോലെ വരാവുന്നവർക്കും എൻജോയ് ചെയ്യുന്നവർക്കും അടിപൊളി പ്ലേസാണ്. അഷ്ടമുടി കായലിനോട് ചേർന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ അത് കഴിക്കണമെങ്കിൽ നമുക്ക് കായലിൻ്റെ തീരത്ത് നിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കായൽ തീരത്ത് നിന്ന് കഴിക്കാം. പിന്നെ നമുക്ക് വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ സമയങ്ങളിലോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏർമാടും കൂടി ഉണ്ട്. അടിപൊളി ഒരു ഏർമാടും ഉണ്ട്. നമുക്കതും കൂടി കാണാം. ജസ്റ്റ് ഇവിടെ എല്ലാം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു 2-3 ഫാമിലിക്ക് അടിപൊളി, 3-4 ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കുക. 7-8 പേർക്ക് വന്ന് സ്റ്റേ ചെയ്യാവുന്നുള്ളൊരു സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞ അഷ്ടമുടിക്കാലിനോട് ചേർന്നിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ കോർട്ടാണ്. നമ്മളിത് എടുത്തേക്കുന്ന വീഡിയോ വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറവായിരിക്കും, എന്നാലും സൂപ്പറായിട്ട് ചെയ്യാവുന്ന സംഭവമാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇതായിരിക്കും. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാം. ഈ നമ്മുടെ ഏർമാടത്തിലേക്ക് പോകണം. ഏർമാടത്തിലേക്ക് പോകാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് പോരെ. ക്യാമറ ഏറ്റവും അതെ, നമ്മുടെ ക്യാമറ ചലിച്ച് ഏർമാടത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഏർമാടത്തിലെ സെറ്റപ്പ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് 2 പേർക്ക് കപ്പ് നിൽക്കണം, അടിപൊളിയായിട്ട് കഴിക്കാം. ഒരു ടേബിളുണ്ട്, ചെറിയ ഷേപ്പൊക്കെ ഉണ്ട്. അതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം ഒട്ടിക്കുക, എന്തെങ്കിലുമൊക്കെ വെച്ച് ഇവിടെ കഴിച്ച് ഇവിടെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. ഒരു കൊതുകോ ഒരു ശല്യവും ഇല്ല കേട്ടോ. അതാണ് മെയിൻ സാധനം. പിന്നെ ഓപ്പോസിറ്റ് വ്യൂസ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അഷ്ടമുടി കായലിൻ്റെ അകത്തേക്ക് തള്ളിയാണ് നിൽക്കണ ഏർമാടം. അതാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പുറത്താണെങ്കിൽ മൺട്രോ ഐലൻഡ് അല്ലേ, അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണാൻ പോണ ഐലൻഡ് കണ്ടോ, കംപ്ലീറ്റ് ഇതിനടുത്ത് തന്നെ കിടക്കണേ അഷ്ടമുടി കായലിൽ ചുറ്റും. ഓക്കെ, ഇതാക്കിയാൽ ഓക്കെ. കണ്ടോ, അതാണ് അഷ്ടമുടി കായലിലെ ഭാഗം. ഇത് ഭാഗത്ത് ബാക്കി ഇവിടേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ ലൈറ്റ് കുറവായതുകൊണ്ട് ആ ഭാഗത്ത് ഓക്കെ, ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്ന അടിപൊളി ലൊക്കേഷൻസാണ്. എന്ന് വെച്ചാൽ ഫുള്ള് കായലും അപ്പുറത്താണെങ്കിൽ കംപ്ലീറ്റ് തെങ്ങും സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ ഈ ഹോട്ടലിൽ നിൽക്കുന്നത്. ഹോട്ടലിൻ്റെ ഫോൺ നമ്പേഴ്സും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. പിന്നെ തീരത്ത് മീൻ പിടിക്കണവർക്ക് മീൻ പിടിക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ വന്ന് നോവൽ വായിക്കണവർക്ക് നോവൽ വായിക്കാം, എഴുതാനുള്ളവർക്ക് എഴുതാം. അത്രയും കൂൾ പ്ലേസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇളം കാറ്റുകൾ തെന്നി കളിക്കുന്ന ഒരു അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് നമ്മൾ സുന്ദരമായിട്ടുള്ള ഈ പ്രദേശം. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇപ്പോഴവിടെ മുകളിൽ ആണ് റിസോർട്ടിൻ്റെ അടുത്തൊരു വശമാണ് കണ്ടത്. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കാണുന്ന ഇതാണ്. ഇത് ഒരു കോട്ടേജാണ്. കോട്ടേജിൻ്റെ വശങ്ങളിലേക്ക് നമുക്ക് പോകാം. കം ഓൺ ഗൈസ്. പ്ലാസ്റ്റിക് അല്ലല്ല, ഇത് അടിപൊളി സ്ട്രോങ് സാധനങ്ങളാണ്. തൂണുകളാണ്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വാതിലാണ്. ഇത് നമ്മൾ നൈറ്റാണ് വന്ന് ചെയ്യണം. അല്ല, സെറ്റപ്പാണ്. വേണ്ട, റൂമുണ്ട്, എല്ലാം ഉണ്ട്. സെറ്റപ്പാണ്. ഒരു ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാം. അതുപോലെ തന്നെ വേറെ ഒരു കോട്ടേജും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അതാണ് ഏർമാടം. നമ്മൾ നേരത്തെ നിന്ന ഏർമാടം ഇതിൻ്റെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് കണ്ടത്. പിന്നെ ആ കായലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കിട്ടും. പിന്നെ നമുക്ക് വേറെ കോട്ടേജ് ഉണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ മെയിൻ ബ്ലോക്ക് അതിലാണ് മെയിൻ ബ്ലോക്ക്. അതിനകത്ത് നമുക്കാണെങ്കിൽ ജിമ്മൊക്കെ ചെയ്യാൻ സൗകര്യമുണ്ട്, മസാജ് ചെയ്യാൻ സൗകര്യമുണ്ട്. താഴെ 2-3 റൂമുണ്ട്. ഇത് ഒരു കോട്ടേജാണ്.
ഇതിനകത്ത് നമുക്ക് ഒരു ഫാമിലിക്ക് സിംഗിളായിട്ടാണെങ്കിൽ ഫാമിലിക്കാണെങ്കിലും ഇത് താമസിക്കാം. ഇത് നല്ലൊരു റൂമാണ്. ഇതിനകത്ത് ബാത്റൂമുണ്ട്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇല്ല, എല്ലാ പരിപാടിയും എല്ലാം എ സി ആണ്, എല്ലാം എ സി ആണ്, ഫുൾ എ സി ആണ്. ആർക്കെപ്പോഴെങ്കിലും വരാവുന്ന തൊട്ടടുത്ത് തന്നെയാണ്. കൊല്ലത്തെ ഫുള്ള് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം. ഇത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനും ആർക്കും ശല്യമില്ലാത്ത ഒരു അടിപൊളി പ്ലേസാണ്. ചുറ്റിനും തെങ്ങും പിന്നെ എന്താ പറയണ ഒരു ചുറ്റുപാട് വേറെ ആൾക്കാർ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി പീസ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഫുഡ് വേണമെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ഓക്കെ. പിന്നെ ഉച്ചക്കത്തെ ഫുഡിനൊക്കെ ലഞ്ചൊക്കെ എങ്ങനെയാണ്? നമ്മുടെ കായലിൽ, അതെ കായലിൽ, ഈ കായലിൽ തന്നെ ഇപ്പൊ കണ്ട വള്ളത്തിൽ മീനൊക്കെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ പാക്കേജും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെനു ആണ്. അത് നിങ്ങൾക്ക് ഫോണിൽ കൂടി തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവും. അപ്പോൾ ഓക്കെ ഇതുണ്ട ഭയങ്കര അടിപൊളി വ്യൂസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് ഞാൻ പകലൊക്കെ രാത്രിയിലാണെങ്കിൽ എനിക്ക് അങ്ങനെ ഏറ്റവും ഹെവി സെറ്റപ്പ് എന്ന് പറയുന്നത് നല്ല മൂഡ്. പകല് എനിക്ക് അത്രയും തോന്നിയില്ല. രാവിലെയും ഇത് അവിടുത്തെ വ്യൂസ് ഇവിടെ നോക്കിയാൽ അവിടെ കംപ്ലീറ്റ് ഇതാണ്, കംപ്ലീറ്റ് തെങ്ങ് അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വ്യൂ എടുത്ത് നോക്കി കുറച്ച് താഴ്ന്നിട്ട് ആ വ്യൂസ് കേട്ടോ അടിപൊളി വ്യൂസാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. ഏട്ടന്മാർ കമോൺസ് വഞ്ചിയിലേക്ക് ഒന്ന് വെള്ളം പിടിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. വഞ്ചി മീനും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സുന്ദരമായ കാറ്റുകളും എല്ലാം കൊണ്ടും അടിപൊളി. ആ ഇതിലെ താരങ്ങളാണ് താഴേക്ക് അഷ്ടമുടിക്കായലിലെ താരങ്ങൾ. ബോട്ടുകൾ മീൻ പിടിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആഴമായിരിക്കുമോ? ആ അത്ര ഉണ്ടല്ലേ. സെറ്റപ്പ് ഏരിയ അവിടെ